ആദരണീയനായ നമ്മുടെ NPRD സെക്രട്ടറി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന നമ്പുരാജൻ മറ്റു കാര്യങ്ങളും വിശദീകരിക്കുകയുണ്ടായി. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് ഝാൻസിയും അതുപോലെ തന്നെ തെലങ്കാനയെ പ്രതിനിധീകരിച്ച് അഡ്വയെ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ച് ശാരീരിക ഭൗതിക പ്രതിസന്ധികൾ വെല്ലുവിളികൾ നേരിടുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വലിയൊരു എണ്ണമുള്ള ആളുകളാണ് ഈ വിഭാഗം ആളുകളെന്ന് നമുക്കറിയാം. നിലവിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഡൽഹിയിലേക്ക് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ട ഒരു വിഭാഗമല്ല നമ്മൾ. എന്നിരുന്നിട്ടും നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണകൂടം തന്നെയാണ്. ആവശ്യപ്പെടാതെ തന്നെ അവകാശങ്ങൾ ലഭ്യമാക്കേണ്ട അധികാരവർഗം നമ്മളെ പോലെ പ്രയാസപ്പെടുന്ന വിഭാഗത്തെ തീരെ പരിഗണിക്കാതെ, അങ്ങനെ ഒരു വിഭാഗം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഇന്ത്യയിലെ സമ്പത്ത് വിനിമയം നടത്തുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ 2025 കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ്. നമുക്കറിയാം, ഇന്ത്യ മോദി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയത് മുതൽ അവശ്യ വിഭാഗങ്ങളെ എല്ലാം തന്നെ വളരെ തമസ്കരിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഭിന്നശേഷി വിഭാഗം എന്ന് പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ദിവ്യാംഗൻ എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് നാം ഉൾപ്പെടുന്ന വിഭാഗത്തെയും കർഷകരെയും തൊഴിലാളികളെയും എല്ലാ വിഭാഗം ആളുകളെയും വളരെ തമസ്കരിച്ചുകൊണ്ട് ജനസംഖ്യയുടെ കുറഞ്ഞൊരു വിഭാഗം എണ്ണം മാത്രം വരുന്ന, അല്ലെങ്കിൽ ശതമാനം മാത്രം വരുന്ന സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രമാണ് ഇന്ത്യ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സാമന്ത രാജ്യം എന്ന രൂപത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് ഇന്ന് ഇന്ത്യ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടേതായ അടിസ്ഥാനപരമായ ചില അവകാശങ്ങൾ സാധിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ്. നിലവിൽ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വർഷങ്ങളായി ലഭിക്കുന്നത് 300 രൂപയാണ്. തുച്ഛമായ 300 രൂപ നമുക്ക് ലഭ്യമാക്കുമ്പോൾ കോടിക്കണക്കായ രൂപ നികുതി ഇളവായിട്ടും മറ്റ് സഹായങ്ങളായിട്ടും കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും ലഭ്യമാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2% ആളുകൾക്ക് വേണ്ടി മാത്രം ഒരു ഇളവ് കൊണ്ടുവന്ന ഒരു ഇൻകം ടാക്സ് ആദായ നികുതി പരിധി ഉയർത്തിക്കൊണ്ട് വലിയ കാര്യം ചെയ്തു എന്നാണ് മോദി സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ 2% കൂടുതൽ വരുന്ന വലിയൊരു വിഭാഗമാണ് ഈ രാജ്യത്തെ ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർ. ആ വിഭാഗത്തെ ഒരു തരത്തിലും അഡ്രസ് ചെയ്യാൻ അധികാരത്തിൽ കയറിയതിനു ശേഷം മോദി സർക്കാർ തയ്യാറായിട്ടില്ല. നമുക്കൊരു വകുപ്പ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഡിസബിലിറ്റി അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ഈ വകുപ്പിന് ഉൾപ്പെടെ സാമൂഹ്യക്ഷേമ മേഖലയ്ക്ക് തന്നെ മാറ്റിവെക്കുന്ന തുക ഓരോ ബഡ്ജറ്റിലും വളരെ കൃത്യമായി കുറച്ചുകൊണ്ടുവരുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. നമ്മളെ ഒരു തരത്തിലും പരിഗണിക്കാൻ നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോ നേതൃത്വം കൊടുക്കുന്ന മോദിക്കോ കഴിയില്ല. കാരണം അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഉൾപ്പെടുന്ന വിഭാഗത്തെ ഒരു തരത്തിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടവരല്ല എന്നുള്ളതാണ്. ഭരണഘടന നമുക്ക് തരുന്ന, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് തരുന്ന അവകാശങ്ങൾ പലതും നമസ്കരിക്കുന്നു. ഇന്ത്യയിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സാമ്പത്തികമായ ഒരു പരിരക്ഷ ലഭിക്കുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ഒരു പ്രധാന ഡിമാൻഡ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസത്തെ തൊഴിൽ നിർബന്ധമായും ഈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി വിഭാഗത്തിന് ലഭ്യമാക്കണം എന്നുള്ളതാണ്. അതിന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, തുക വർദ്ധിപ്പിച്ചിട്ടില്ല. നമ്മുടെ ക്ഷേമ പെൻഷൻ 300 രൂപയിൽ നിന്ന് മാറ്റി കുറഞ്ഞത് 5000 രൂപയെങ്കിലും നൽകണമെന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു മുദ്രാവാക്യം. വർഷങ്ങളായി ഇന്ന് സാമ്പത്തിക വില സൂചിക അനുസരിച്ച് നോക്കുമ്പോൾ 300 രൂപ എന്ന് പറയുന്നത് തുച്ഛമാണ്.
എന്നാൽ ഏതാനും കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ ഇത് ലഭ്യമാകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി വർദ്ധിപ്പിക്കുകയും അഴിമതി മുക്തമായൊരു ഭരണമുണ്ടാക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണരംഗത്തിൽ കയറി വന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ളത് ഭരണ സംവിധാനത്തിൽ അഴിമതിയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമല്ല ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. നമ്മളെല്ലാവരും ദിവ്യാംഗരല്ല. നമ്മളാരും ദൈവത്തിന്റെ സന്തതി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക കഴിവുകളോ അല്ലെങ്കിൽ അംഗീകാരത്തോടോ കൂടി ജനിച്ചവരല്ല. നമ്മൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണ്. സാമ്പത്തികമായ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്നവരാണ്. സാമ്പത്തിക പ്രതിസന്ധി ഭിന്നശേഷിത്വത്തിന് വലിയൊരു കാരണമാണ്, നമുക്കറിയാം. ഈ സാഹചര്യത്തിലാണ് ശാരീരിക ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ സാധിക്കുന്നതിന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ, അത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് ഏതാനും ചിലർ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ സമരം അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മ ഇത് നടത്തേണ്ടിയിരുന്നത് ഇന്ത്യ ഗേറ്റിന് സമയത്തുള്ള ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിലാണ്. ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിന് പെർമിഷൻ ലഭ്യമാക്കിയതിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആ പെർമിഷൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അത് സമരം ചെയ്യാൻ, അത് പ്രതിഷേധിക്കാൻ പോലും നമുക്ക് അവകാശമില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളോട് എന്നും ഇന്ത്യൻ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾ അവസാനിപ്പിച്ച് ഞങ്ങളും ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് ഉറക്കെ പറയുന്നതിനും അവകാശങ്ങൾ ശക്തമായി നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും, ഇന്ത്യയുടെ ഇതര വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹം, സന്തോഷം. കേന്ദ്ര സർക്കാരെ വർദ്ധിപ്പിക്കും, ഭിന്നശേഷി പെൻഷൻ राजीव नहीं है 300 रुपए का, वो तो 5000 रुपए बढ़ाने का तो आपका तो डिमांड है, पूरा जस्टिफाइड वाला डिमांड है। ये डिमांड के लिए हम पार्लियामेंट के अंदर भी और पार्लियामेंट के बाहर भी आपके साथ ही होगा, आपके साथ रहूंगा, ये बोलकर मैं खत्म करता है। थैंक यू। In spite of the hardship, you have come to Delhi, gathered here to protect our right. I hope this gathering will open the eyes of the authority, especially the central government and the BJP government. The world population, there are about 15% of the population live in disability. In India,
out of the population of 140 crores, 2.1% live in disability. We talk about the central government always raise the slogan "Sabke Saath, Sabke Vikas." How can you think of the progress leaving behind 27 million disabled people? We also hear the Prime Minister speaking about Atmanirbhar Bharat. How can he speak about We demand 5,000 from the Modi government. We demand. Thank you. And Honorable Secretary Marillier Vishwanath and Acting President Namburaj and Jansi, Chakravarti and other in the dais, and my dear friends and sisters and my brothers, we gathered here to raise some of our demands to central government, and all of you know the present condition of the disabled community in India. Now we are facing a lot of problems. Our physical and mental barriers, and our government policy what are not accept to our community. All these things are raised here, and we have to protest all these things because these are our rights. And today a lot of leaders present all these things. I would like to hand over the dais to my Honorable Acting President respected Nambu, and thanks to all, I hand over to Namburaj. Friends, now the program is start. We invited various leaders in the parliament to come and it is being allocated for such program. This is only a program of our program library. And the last 10 days, we are trying to get various permissions, including fire, traffic. In the last minute, on the ground of police sources, the authorities of the stadium cancel their approval. It has happened yesterday. Then we don't have other way to go. So that finally we again and again we approached the police department, and they have permitted this case yesterday evening only. Through this, what we are looking at this, our constitution, Indian constitution provided a class. It is the constitution mandates. എന്റെ ഭാര്യയുടെ വീട് പ്രശ്നമില്ല
അങ്ങനെ പ്രശ്നമല്ലേ അറിയില്ല. പരീക്ഷയ്ക്ക് നാരെന്ന് പറഞ്ഞാൽ മോഹൻ മോഹൻ അബ്രഹാം ഞാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു ചേട്ടാ ഞാൻ ഇവരെ കൂടെ ചേർത്തി എടുക്കും. രണ്ടാളാ